നമ്മളെ തേർഡ് ചാപ്റ്ററാണല്ലേ നമ്മളിങ്ങനെ തുടങ്ങുന്നത്. തേർഡ് ചാപ്റ്റർ എന്താ? വാട്ടർ ആൻഡ് ലൈഫ്, വെള്ളവും ജീവിതവും എന്നതാണ് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ഈ റിവർ വാട്ടർ കൊണ്ടുള്ള യൂസസ്, അതാണ് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത്. എന്താണ് യൂസസ് ഓഫ് റിവർ വാട്ടർ? റിവർ വാട്ടർ വെച്ചുള്ള യൂസസ് എന്തൊക്കെയാണ്? ഡ്രിങ്കിങ്, കുക്കിംഗ്, ബാത്തിങ്, ക്ലീനിങ്, ഇറിഗേഷൻ, ഇൻഡസ്ട്രിയൽ പ്രോസസ്സ്, ജനറേറ്റിംഗ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ. എന്തൊക്കെയാണ്? കുടിക്കാൻ, ഭക്ഷണം പാകം ചെയ്യാൻ, കുളിക്കാൻ, ക്ലീനിങ്ങിന്, പിന്നെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിന്, അതുപോലെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ, അതായത് വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കണം, അതിന് ഒക്കെ എന്താണ്? റിവർ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസസ് ഓഫ് റിവർ വാട്ടർ എന്ന് ചോദിച്ചാൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിലും നിങ്ങൾക്ക് എഴുതാൻ അറിയാലോ അല്ലേ. അപ്പോൾ നെക്സ്റ്റ്, പ്യൂരിഫിക്കേഷൻ സ്റ്റേജസ് ഓഫ് റിവർ വാട്ടർ. എന്താണ് പ്യൂരിഫിക്കേഷൻ സ്റ്റേജസ് ഓഫ് റിവർ വാട്ടർ? നമ്മളെ പുഴയിലെ വെള്ളം അല്ലേ, അതാണല്ലോ നമ്മൾ റിവർ വാട്ടർ. ഈ റിവർ വാട്ടർ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നത്, അതായത് അതിൽ നിന്ന് മാലിന്യങ്ങളൊക്കെ മാറ്റിക്കാണ്ട് അതൊന്ന് ക്ലിയർഡ് വാട്ടറാക്കി എടുക്കുന്നതിൻ്റെ സ്റ്റേജസുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ 6 സ്റ്റേജസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കാം. പ്യൂരിഫിക്കേഷൻ സ്റ്റേജ് ഓഫ് റിവർ വാട്ടർ, ഫിൽറ്റർ ഔട്ട് ലാർജ് ഡബ്രിസ്. അപ്പോൾ മിസ്സേ അടയാളപ്പെടുത്താം. എന്താണ്? ദേ റിവർ വാട്ടർ ഇങ്ങനെ വന്നു, ദേ അതിൽ എന്ത് ചെയ്തു? ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ലാർജ് ഡബ്രിസിൻ്റെ ഉള്ളിലൊക്കെ അങ്ങോട്ട് കടത്തി. എന്നിട്ടോ കടത്തി കഴിഞ്ഞിട്ട് എന്തായി? ഫിൽറ്റർ ഔട്ട് ലാർജ് ഡബ്രിസ് അതിൽ കയറി. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ? അലോ വേസ്റ്റ് ടു സെറ്റിൽ. ഇതിൽ ആ വെള്ളം നിറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിൽ വേസ്റ്റ് അടിഞ്ഞു അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് എന്തായി? സ്ട്രെയിൻ ത്രൂ മൾട്ടി ലെയർഡ് സീവീസ്. എന്താണ്? കുറേ ഒരു 2-3 ലെയർ അല്ലെങ്കിൽ 2 ലെയേഴ്സൊക്കെ ഉള്ള എന്തായി? സീവീസ്, അരിപ്പിക്ക് ഈ വെള്ളതാ ഇതിൽ കൂടെ വന്നു. ഇവിടെ എന്താണ്? ഇതിൽ കുറേ അരിപ്പകളുണ്ട്, 2-3 തട്ടിലൊക്കെ ആയിട്ട് അരിപ്പകളുണ്ട്. അതിലൂടെ വെള്ളം വന്നിട്ട് എന്ത് ചെയ്തു? ഇതാ ഈ ടാങ്കിൽ അങ്ങനെ നിറഞ്ഞു അല്ലേ. ഈ ടാങ്കിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? ഡിസിൻഫെക്റ്റ് ആക്കി, ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ളതിനൊക്കെ ഒഴിവാക്കി. എന്നിട്ടതാ നെക്സ്റ്റ് 5ാമത്തെ ആളെ കണ്ടോ? സ്റ്റോറിങ് ടാങ്ക്, ടാങ്കിലേക്ക് സ്റ്റോറാക്കി. ആ സ്റ്റോർ ആക്കിയതിന് ശേഷം പിന്നെ ഓരോ വീടുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ ഓരോ വീടുകളിലേക്ക് എന്ത് ചെയ്തു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെയാണ് എന്ത്? ഓക്കെ, അതാണ് ഇപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ അത്രയാണ് എന്ത്? നമ്മൾ പ്യൂരിഫിക്കേഷൻ സ്റ്റേജസുകൾ 6 ആദ്യം നമ്മൾ ഒരു ഇതിലൂടെയൊക്കെ വെള്ളം കടത്തി വിടുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വെള്ളത്തിൽ വേസ്റ്റുകൾ അടിയാൻ വേണ്ടിയിട്ട് ഒരു ടാങ്കിൽ എന്തായി? അതിങ്ങനെ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ ടാങ്കിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്തു? 2-3-4 ലെയറുള്ള ഒരു അരിപ്പ, സീവീസ്, അരിപ്പിക്ക് കടത്തുന്നു. അരിപ്പിന്ന് വീണ്ടും ഡിസിൻഫെക്റ്റ്, അതായത് ഇൻഫെക്ഷൻസ് ഇല്ലാതാക്കുന്നു. പിന്നെ ടാങ്കിൽ സ്റ്റോർ ചെയ്യുന്നു. അവിടുന്ന് ഓരോ വീടുകളിലേക്ക് വാട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓരോ വീടുകളിലേക്ക് ഇങ്ങനെ കൊടുക്കുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് നമ്മളെ റിവർ വാട്ടറിൻ്റെ പ്യൂരിഫിക്കേഷൻ സ്റ്റേജസ് പറയുന്നത്. പിന്നെ സോഴ്സ് ഓഫ് വാട്ടർ, നമുക്ക് എല്ലാവർക്കും അറിയാം വാട്ടർ എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്. വാട്ടറിൻ്റെ സോഴ്സസുകൾ ഏതൊക്കെയാണ്? വെൽ, ബോർവെൽ, റെയിൻ വാട്ടർ, പോണ്ട്, ലേക്ക്. ഇവിടെ നിന്നൊക്കെ എന്താണ് നമുക്ക് വാട്ടർ കിട്ടും? വെല്ല്, കിണർ, കുഴൽ കിണർ, മഴവെള്ളം, നമ്മുടെ പോണ്ട്, നമ്മളെ കുളം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എന്താണ് നമുക്ക് വാട്ടർ അവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, അപ്രോക്സിമേറ്റ് ഡെയിലി യൂസ് ഓഫ് വാട്ടർ. നമ്മൾ ഡെയിലി ഒരു ഏകദേശം നമ്മൾ എത്ര വെള്ളം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. യൂസ് ഓഫ് വാട്ടറും അതിൻ്റെ ക്വാണ്ടിറ്റി ലിറ്റേഴ്സിലുമാണ് തന്നിട്ടുള്ളത്. ടു ഡ്രിങ്ക് 2.5 മുതൽ 3.5 ലിറ്റർ വെള്ളം നമ്മളൊരു ദിവസം കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ടു കുക്ക് ഫുഡ് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മുതൽ 4 വരെ ലിറ്റേഴ്സ് വെള്ളം നമ്മളൊരു ദിവസം ഉപയോഗിക്കുന്നുണ്ട്. ടു വാഷ് വെസൽസ് 6 മുതൽ 8 വരെ ലിറ്റേഴ്സ് നമ്മൾ വാഷിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ടു ബാത്ത് ആൻഡ് ടു വാഷ് ക്ലോത്ത്സ്, നമ്മൾ ക്ലോത്തുകൾ
കഴുകാണ്, അതുപോലെ കുളിക്കാനൊക്കെ 30 ലിറ്റർ വെള്ളം ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ട്. ഫോർ സാനിറ്റേഷന്, വൃത്തിയാക്കാൻ ക്ലീൻ ചെയ്യാനൊക്കെ 50% 50 ലിറ്റർ വെള്ളം നമ്മളൊരു ദിവസം ഉപയോഗിക്കുന്നുണ്ട്. ഫോർ other purposes, നമ്മളെ അല്ലാത്ത ആവശ്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളതല്ലാത്ത ആവശ്യങ്ങൾക്കെല്ലാം കൂടി നമ്മളൊരു 30 ലിറ്റർ വെള്ളം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ 121.5 ലിറ്റർ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു ദിവസം ഏകദേശം അപ്രോക്സിമേറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശ കണക്കാട്ടോ, ഒരു ഏകദേശ ഡെയിലി കണക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആൻഡ് ഡിക്രീസ് ഇൻ അവൈലബിലിറ്റി, വെള്ളത്തിൻ്റെ ഡിമാൻഡ് എന്താണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ്, അതിൻ്റെ അവൈലബിലിറ്റി എന്താണ്, അതിൻ്റെ അതിനുള്ള ഒരു അവൈലബിൾ ആയിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, അത് ഡിക്രീസ്, അത് കുറഞ്ഞുകൊടുക്കുക. അതിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞുകൊടുക്കുകയാണ്, അതിൻ്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടു നിൽക്കുകയാണ്. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ ഈസ് ഡിക്രീസിങ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ, നമ്മളെ ഫ്രഷ് വാട്ടറിൻ്റെ അവൈലബിലിറ്റി ഈസ് ഡിക്രീസിങ്, കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഡ്യൂ ടു ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ എന്താണ്, ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് വാട്ടർ പൊല്യൂഷൻ ഇൻക്രീസ് ചെയ്തിട്ടും നമ്മളെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തിട്ടൊക്കെ എന്താണ്, ഫ്രഷ് വാട്ടറിൻ്റെ അവൈലബിലിറ്റി ഡിക്രീസ് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഇൻക്രീസും ഡിക്രീസും കുറേ ഇതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതാണ് മീനിങ് വല്ലാണ്ട് പറയാത്തത്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 200 crore പീപ്പിൾ ഇൻ ദ വേൾഡ്, ഒരു ഏകദേശ കണക്കനുസരിച്ച് 200 കോടി ജനങ്ങൾ നമ്മളെ ഭൂമിയിലുണ്ട്. ഡു നോട്ട് ഹാവ് ആക്സസ് ടു സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ഫ്രഷ് വാട്ടർ, അവർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാനുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു എമൗണ്ടിലുള്ള ഫ്രഷ് വാട്ടർ എന്തില്ല, ഇവിടെ ഇല്ല. ഇഫ് ദിസ് സിറ്റുവേഷൻ കണ്ടിന്യൂസ്, ഈ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ദ വേസ്റ്റ് വാട്ടർ ഷോർട്ടേജ് വിൽ ബിക്കം, ഇത് ഈ ഒരു സിറ്റുവേഷൻ തന്നെ, നമ്മൾ ഇത്ര ആൾക്കാരുണ്ട്, നമുക്ക് എന്താണ് വാട്ടറിൻ്റെ അവൈലബിലിറ്റി കുറവാണ്, നമുക്ക് 200 crore ആൾക്കാർക്ക് ആവശ്യത്തിനുള്ള വെള്ളമില്ല. ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ എന്താവും, വാട്ടർ ഷോർട്ടേജ് സംഭവിക്കും, പ്രതീക്ഷിക്കാം, വാട്ടർ ഷോർട്ടേജ് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് വരും വർഷങ്ങളിൽ. ഇനി വരുന്ന കാലങ്ങളിൽ വെള്ളമില്ലാത്ത, ഇപ്പം നമുക്കറിയാലേ, ഏകദേശം നമ്മൾ ഒരു വേനൽ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ പുഴകളിലൊക്കെ എന്താവും, വറ്റി വരണ്ട് പോവും, വെള്ളങ്ങളില്ലാണ്ടാവും, നമ്മളെ കിണറുകളിൽ വെള്ളം ഇല്ലാണ്ടാവും, നമ്മൾ പുഴയിലുള്ള കുറച്ച് വെള്ളത്തേക്ക് നമ്മളെല്ലാവരും എന്താവും, അലക്കാൻ വേണ്ടി പോവും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഏകദേശം ചില സ്ഥലങ്ങളിലൊക്കെ കാണാറുണ്ടല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മില്യൺസ് ഓഫ് പീപ്പിൾ ഡൈ ഓൾ ഓവർ ദ വേൾഡ് എവറി ഇയർ ഡ്യൂ ടു ഡിസീസ് കോസ്ഡ് ബൈ വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷന് ഇല്ലാത്തത് കൊണ്ടുള്ള അസുഖങ്ങളൊക്കെ സംഭവിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മില്യൺസ് ഓഫ് പീപ്പിൾസ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വാട്ടറിൻ്റെ ആവശ്യകത നമ്മൾക്ക് കൂടുകയാണ്, പക്ഷേ എന്താണ്, ആ വാട്ടർ സാധനം നമുക്ക് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ ആവശ്യം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം ഇല്ലാണ്ടാവുമ്പോൾ എന്താവും, നമ്മൾ കേൾക്കാറുണ്ടല്ലേ, ഇനി മൂന്നാമത്തെ ഒരു തേർഡ് വാർ വരികയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് വേണ്ടിയുള്ളതായിരിക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു സംഭവങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ എന്താണ്, നമ്മളെ വാട്ടറിനും വേണ്ടിയുള്ളതാണ്. അപ്പോൾ വാട്ടർ പൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക, നമ്മൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിക്കുക കേട്ടോ. നമ്മൾ ബ്രഷൊക്കെ ചെയ്യാൻ പോകുമ്പോൾ പൈപ്പ് തിരിച്ചിട്ട് ബ്രഷ് ചെയ്യേണ്ട, പൈപ്പ് തിരിക്കുക, വെള്ളമാക്കുക, നമ്മൾ ക്ലോസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുക. കാരണം വാട്ടർ പൊല്യൂഷന് നമ്മളും കൂടി എന്താണ്, കാരണക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ.